നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമൊക്കെ നമ്മുടെ കണ്ണിലൂടെയും മറ്റും ചെവിയിലൂടെയും മറ്റും ഇങ്ങനെ പോയിട്ട് തലച്ചോറിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ തലച്ചോറിൽ നിന്ന് അതിങ്ങോട്ട് വരികയാണ്. ഏതുപോലെ? കമ്പ്യൂട്ടർ പോലെ. കമ്പ്യൂട്ടറിൽ നമ്മളൊരു വിഷയം സേവ് ചെയ്ത് വെച്ച് പിന്നെ നമുക്കത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യല്? ആ ഡാറ്റ വീണ്ടും നമുക്ക് കിട്ടണമെങ്കിൽ അതെ നമ്മൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോയിട്ട് അത് കണ്ടെത്തും. ഇത് തന്നെയാണ് തലച്ചോറിൽ നടക്കുന്നത്. അപ്പം നമ്മുടെ തലച്ചോറ് പവർഫുൾ ആവാതിരുന്നാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ തലച്ചോറിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ ആ തലച്ചോറിന് പവർ ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്നാമതായി വേണ്ടത്, ഒരു ദിവസം കൃത്യമായി ഓരോരുത്തരും ഉറങ്ങേണ്ട സമയം ഉറങ്ങണം. ഉറങ്ങാതിരുന്നാൽ തലച്ചോറ് ക്ഷീണിച്ചു പോകും. തലച്ചോറ് ക്ഷീണിച്ചാൽ ഓർമ്മശക്തി കുറഞ്ഞു പോകും. ഓർമ്മശക്തി കുറഞ്ഞു പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സംഗതികൾ നമുക്ക് ആലോചിച്ചെടുക്കാൻ കഴിയൂല. അപ്പം കൃത്യമായി ഉറങ്ങണം. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു ദിവസത്തിൽ ഉറങ്ങേണ്ട സമയമുണ്ട്. നിങ്ങളെ വീട്ടിൽ കുഞ്ഞിവാവകളുണ്ടോ? ചെറിയ കുട്ടികൾ ഇല്ലേ? ആ ചെറിയ കുട്ടികൾ ഒരു ദിവസത്തിൽ 18-19 മണിക്കൂർ ഉറങ്ങണം എന്നാ. എത്ര മണിക്കൂർ? ഒരു ദിവസം ആകെ എത്ര മണിക്കൂറാണ് ഉള്ളത്? 24-ൽ 19 മണിക്കൂറും കുഞ്ഞുവാവ ഉറങ്ങണം. പ്രായം കൂടുന്തോറും അത് കുറേശ്ശെ കുറഞ്ഞു വരും. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 10 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറങ്ങാറുണ്ടോ മക്കള്? ഇല്ല എന്ന് പറഞ്ഞവിടെ. അപ്പൊ ഉറങ്ങാതിരുന്നാൽ എന്താ സംഭവിക്കുക? തലച്ചോറിന് ശക്തി കുറഞ്ഞു പോകും. കുറയണോ? വേണ്ട. അപ്പൊ മര്യാദയ്ക്ക് ഉറങ്ങണം. രണ്ടാമത്, കൃത്യമായി വെള്ളം കുടിക്കണം. നേരത്തെ പറഞ്ഞില്ലേ തലച്ചോറ്, ഈ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് വെള്ളം. വെള്ളം കുടി കുറഞ്ഞാലും തലച്ചോറ് ക്ഷീണിച്ചു പോകും. അപ്പോൾ നമ്മുടെ മെമ്മറി പവർ കുറഞ്ഞു പോകും. അപ്പോൾ ഒരു ദിവസത്തിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവുണ്ട്. അളവനുസരിച്ച് വെള്ളം കുടിക്കണം. മൂന്നാമത്തേത്, വ്യായാമം ചെയ്യണം. ചെയ്യലുണ്ടോ? കളിക്കാറുണ്ടോ? ഇല്ലേ? കളി എവിടെ? മൊബൈലിലാ കളി? അല്ല, ഞാൻ പറഞ്ഞ കളി അതല്ല. കായികമായിട്ടുള്ള ഓടുക, ചാടുക, പന്ത് കളിക്കുക, ഇതൊക്കെയാണ് വ്യായാമം എന്ന് പറഞ്ഞത്. അത് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ മറ്റൊന്നുകൂടെയുണ്ട്. മൊബൈൽ ഫോണിലുള്ള നമ്മുടെ ഉപയോഗം കുറക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മക്കളോട്? ഉത്തരം പറയോ? എന്തിനാണ് മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്? എന്തിനാ? പറയേ. എന്താ പറഞ്ഞേ? അതെ, സമയം തീർക്കാൻ.